മനുഷ്യജീവിതത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരു വിശുദ്ധൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള വിശുദ്ധി നിറഞ്ഞ മണ്ണിലാണ് ഞാൻ നിൽക്കുന്നത്. ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത് വരാപ്പുഴ അതിരൂപതയിലെ കൂനമ്മാവ് വിശുദ്ധ ഫിലോമിനയുടെ നാമധേയത്തിലുള്ള ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ തീർത്ഥാടന കേന്ദ്രം. ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണിലാണ് ഞാൻ നിൽക്കുന്നത്. വിശുദ്ധി നിറഞ്ഞ ഒരു ദേവാലയത്തിൻ്റെ മുന്നിൽ ഏതാണ്ട് 180 വർഷങ്ങൾക്ക് മുൻപ് ഈ കൂനമ്മാവ്, കോട്ടുവള്ളി, കൊങ്ങോർപ്പള്ളി, നീറിക്കോട്, പാനായിക്കുളം പ്രദേശത്തുള്ള ആളുകൾക്ക് ഇവിടെ ഒരു വിശുദ്ധ ബലി പങ്കെടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു വിശുദ്ധ ബലി അർപ്പിക്കപ്പെടണമെങ്കിൽ വരാപ്പുഴ ആശ്രമ ദേവാലയത്തിൽ പോകണമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു സായാം സന്ധ്യയിൽ വരാപ്പുഴ കർമ്മലീത്ത മിഷണറി വൈദികനായിരുന്ന ബെർണദിൻ അച്ഛൻ ഒരു സായാം സന്ധ്യയിൽ ഇടവക സന്ദർശനത്തിനായി കൂനമ്മാവ് പ്രദേശത്തിലൂടെ കടന്നു വരുമ്പോൾ ഇന്ന് ദേവാലയം ഇരിക്കുന്ന ഈ സ്ഥലത്ത് ഒരു കുടിപ്പള്ളിക്കൂടമായിരുന്നു. തണ്ണിക്കോട്ട് വറീദ് സാൽവദോർ ആശാനായിരുന്നു ആ കുടിപ്പള്ളിക്കൂടത്തിലെ ആശാൻ. ഇടവക സന്ദർശനത്തിൻ്റെ ഭാഗമായി എത്തിയ ബെർണദിൻ അച്ഛൻ സാൽവദോർ ആശാനെ കാണുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായി സംസാരിച്ചപ്പോൾ ഇവിടെ ഒരു ദേവാലയം വേണമെന്നുള്ള ആവശ്യം അവർ അച്ഛന് മുന്നിൽ അവതരിപ്പിച്ചു. അക്കാലത്ത് വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പോലീത്ത ഫ്രാൻസിസ് സേവ്യർ തിരുമേനിയായിരുന്നു. ബെർണദിൻ അച്ഛൻ തിരുമേനിയെ കണ്ടിട്ട് ഇവിടെ ദേവാലയം വേണമെന്ന്, അതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെടുകയും അത് അനുവദിച്ച് കിട്ടിയപ്പോൾ ഇടവക സമൂഹത്തിൻ്റെ ഈ പ്രദേശത്തെ ആളുകളുടെ താല്പര്യപ്രകാരം ഇവിടെ ഒരു ചെറിയ പ്രാർത്ഥനാ ദേവാലയം, ഒരു പനമ്പ് കൊണ്ട് മറച്ച ഒരു ദേവാലയം ഇവിടെ നിർമ്മിക്കപ്പെട്ടു. 1837 സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ മാതാവിൻ്റെ തിരുനാൾ ദിവസം ഈ പ്രാർത്ഥനാ ആലയം ആശീർവദിച്ച് വിശുദ്ധ ഫിലോമിനയുടെ നാമധേയത്തിൽ, ആ നാളുകളിലാണ് വിശുദ്ധ ഫിലോമിന വിശുദ്ധയായി തിരുസഭ പ്രഖ്യാപിച്ചത്. അങ്ങനെ വിശുദ്ധ ഫിലോമിനയുടെ നാമധേയത്തിൽ ഇവിടുത്തെ ആദ്യത്തെ പ്രാർത്ഥനാ ആലയം ബെർണദിൻ അച്ഛൻ ആശീർവദിച്ച് വിശുദ്ധ ബലിയർപ്പിച്ചു. പിന്നീട് കൂട്ടായ പ്രാർത്ഥനകൾ ഈ പ്രാർത്ഥനാ ആലയത്തിൽ മുഴുകി ഇടവക സമൂഹത്തിന്, ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഒന്നിച്ചു ചേരുവാനുള്ള സാഹചര്യത്തിൽ പള്ളി വിപുലീകരിക്കേണ്ടത് ആവശ്യമായി വന്നു. അപ്പോഴേക്കും വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായിരുന്ന ഫ്രാൻസിസ് തിരുമേനി മാറുകയും ലുവദിക്കോസ് തിരുമേനി വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്തയാവുകയും ചെയ്തു. പണി തീർന്ന ആദ്യത്തെ വലിയ പള്ളിയുടെ കൂദാശകർമ്മം 1844 വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത ലുവദിക്കോസ് തിരുമേനി ആശീർവദിച്ചു. പിന്നീട് ഇവിടെ ഇടവക കൂട്ടായ്മയുടെ ക്രൈസ്തവ ദർശനത്തിൻ്റെ വലിയ കൂട്ടായ്മയാണ് ഇവിടെ കാണുവാൻ കഴിഞ്ഞത്. അങ്ങനെ ഇരിക്കെ 1859 ഇവിടെ ഒരു ആശ്രമ കെട്ടിടം പണിതുയർത്തപ്പെട്ടു. കർമ്മലീത്ത മിഷണറിമാരുടെ വൈദിക പഠനത്തിന് വേണ്ടിയിട്ടുള്ള സെമിനാരി ആയിരുന്നു. അക്കാലത്ത് കാലങ്ങൾ കടന്നുപോയത് കൊണ്ടിട്ട് അതിരൂപതയിൽ വീണ്ടും മാറ്റം വന്നു. വരാപ്പുഴ അതിരൂപതയുടെ അന്നത്തെ അഭിവന്യ മെത്രാപ്പോലിത്തയായി നിയമിതനായത് ഇന്ത്യയുടെ മഹാമിഷണറി എന്നറിയപ്പെട്ടിരുന്ന ബെർണദിൻ ബെച്ചുനെല്ലി പിതാവാണ്. ഈ ദേവാലയത്തിൻ്റെ കൂദാശകർമ്മത്തിന് നേതൃത്വം വഹിച്ച ആ വൈദികനാണ് വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായിട്ട് വന്ന ബെർണദിൻ ബെച്ചുനെല്ലി പിതാവ്. ബെച്ചുനെല്ലി പിതാവാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ ഈ ആശ്രമ ദേവാലയത്തിൻ്റെ പ്രിയോരായിട്ട് 1861 നിയമിക്കുന്നത്. മാന്നാനത്ത് ആ കാലത്ത് മറ്റു ചില കാര്യങ്ങളുമായി വ്യാപൃതനായിരുന്നതുകൊണ്ട് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ 1864 ഈ മാന്നാനത്തിൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേരുന്നത്. 1864 മുതൽ 1871 വരെയുള്ള 7 വർഷക്കാലം സജീവമായ ഒരു ക്രൈസ്തവ ചൈതന്യമാണ് ഈ ആശ്രമ ദേവാലയവുമായി, ഈ മണ്ണുമായിട്ട് ചാവറയച്ചൻ വെച്ചു പുലർത്തിയത്. അക്കാലത്തിൽ ആശ്രമ ദേവാലയത്തിൻ്റെ ഇവിടുത്തെ മേൽനോട്ടം മുഴുവൻ അന്ന് മിഷണറി വൈദികനായിരുന്ന ലയോപോൾഡ് മിഷണറിക്കായിരുന്നു. ലയോപോൾഡ് മരിയ ദെ സാൻജോസെ എന്ന് പറയുന്ന ആ വൈദികൻ്റെ കൂടെ ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെയും മികവുറ്റ പ്രവർത്തനമാണ് ഇവിടെ വലിയ നവോത്ഥാനത്തിന് വഴിതെളിച്ചത്. 1870-കളിൽ രോഗബാധിതനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ 1871 ജനുവരി 3-ാം തീയതി സ്വർഗസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. തൻ്റെ അന്ത്യവിശ്രമം ഈ ദേവാലയത്തിൻ്റെ അങ്കണത്തിലാവണം, ഇവിടുത്തെ മണ്ണിലാവണം എന്നുള്ള ചാവറയച്ചൻ്റെ ആഗ്രഹപ്രകാരം 1871 ജനുവരി 4-ാം തീയതി ഈ കൂനമ്മാവ് ദേവാലയത്തിൻ്റെ, പഴയ ദേവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് മുന്നിലാണ് ചാവറയച്ചനെ അടക്കം ചെയ്തത്.
1968 ആ ദേവാലയം അഗ്നിക്ക് ഇരയായി. അതിനുശേഷമാണ് ഇന്ന് കാണുന്ന ദേവാലയം 1979 കൂദാശകർമ്മം നിർവഹിച്ചത്. അന്ന് വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായിരുന്ന ജോസഫ് കേളന്ദ്ര പിതാവാണ്. വിജയപുരം രൂപതയുടെ അഭിമന്യ കോർണലിയസ് നെഞ്ഞിക്കൽ പിതാവും വരാപ്പുഴ അതിരൂപത സഹായമെത്രാനായിരുന്ന ആന്റണി തണ്ണിക്കോട്ട് പിതാവും ഈ ദേവാലയത്തിൻ്റെ കൂദാശകർമ്മത്തിന് സഹകാരികളും സഹകാർമ്മികരുമായിരുന്നു. വിശ്വാസ തീഷ്ണത നിറഞ്ഞ ഇടവക സമൂഹത്തിൻ്റെ ഈ ആത്മീയ ചൈതന്യം നിറഞ്ഞ ദേവാലയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ഒന്നുകൂടി ദേവാലയത്തിൻ്റെ മുഖവാരം കൂപ്പിയ കൈയുടെ ആകൃതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദേവാലയത്തിനകത്ത് പ്രാർത്ഥനാ നിരതരായിരിക്കുന്ന മതബോധന വിഭാഗത്തിലെ കുട്ടികളെ നമുക്ക് കാണാം. മദ്ബഹയിൽ നമുക്ക് പ്രധാനമായും കാണാൻ കഴിയുന്നത് മദ്ബഹയുടെ നടുവിൽ ഈശോയുടെ ക്രൂശിത രൂപവും വശങ്ങളിൽ ദേവാലയത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ ഫിലോമിനായുടെയും വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെയും വിശുദ്ധ യൗസേ പിതാവിൻ്റെയും തിരുസ്വരൂപങ്ങളാണ്. വണക്കത്തിനായി വിശുദ്ധരുടെ തിരുശേഷിപ്പുകളും ദേവാലയത്തിനകത്ത് സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇടവകയുടെ പ്രത്യേകതയും സവിശേഷതകളും പെരിയ ബഹുമാനപ്പെട്ട വികാരി ആന്റണി ചെറിയടവിലച്ചൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. കൂനമ്മാവ് നാട് വിശുദ്ധരുടെ നാട് എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ നാട്ടിലെ 3 വിശുദ്ധ സാന്നിധ്യങ്ങളാണ്. ഈ ഇടവകയുടെ മകനായ ദൈവദാസൻ ജോർജ് വാകയിലച്ചൻ, ഈ ഇടവാംഗമായ ദൈവദാസി ഏലീശാമ്മ, സർവോപരി വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ. ഈ 3 വിശുദ്ധ സാന്നിധ്യങ്ങളാണ് കൂനമ്മാവ് ഇടവകയെ മറ്റു ഇടവകയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഈ ഇടവകയിൽ 1450 ഭവനങ്ങളുണ്ട്, 1900 കുടുംബങ്ങളുണ്ട്, ഏതാണ്ട് 6500ഓളം വിശ്വാസികളുമുണ്ട്. ഈ ഇടവകയിൽ 53 കുടുംബ യൂണിറ്റുകൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. ക്രിസ്തുനാഥൻ പീഠാസഹനത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എൻ്റെ ശരീരം ആകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. ഇത് എൻ്റെ രക്തം ആകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം. നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എൻ്റെ രക്തം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സമ്മാനം ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ സർട്ടിഫിക്കറ്റും ഈശോയുടെ മനോഹരമായ ഒരു ഫോട്ടോ സ്റ്റാൻഡുമാണ് എൻ്റെ കയ്യിലുള്ളത്. വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. വിശുദ്ധ ഫിലോമിനയുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയം കേരളത്തിലെ എത്രാമത്തെ ദേവാലയമാണ്? അവിടെ ആദ്യത്തെ കൈ ഉയർന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയാണ് ആദ്യത്തെ ഉത്തരം വന്നത്. പേരെന്ന് പറഞ്ഞേ? ഫാബിൻ. എന്താണ് എന്റെ ചോദ്യത്തിന്റെ ഉത്തരം? ഒന്നാമത്തെ ദേവാലയം, കേരളത്തിലെ വിശുദ്ധ ഫിലോമിനയുടെ നാമധേയത്തിലുള്ള ആദ്യത്തെ ദേവാലയം ഈ കൂനമ്മാവ് ദേവാലയമാണെന്നാണ് ഫാബിൻ പറയുന്ന ഉത്തരം. ഈ ഉത്തരം ശരിയാണോ? ശരിയാണെങ്കിൽ നല്ലൊരു വെടിക്കെട്ട് കയ്യടി കൊടുത്തേ. പരിശുദ്ധ മാതാവിന്റെ മനോഹരമായ ഒരു ചിത്രവും ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ സർട്ടിഫിക്കറ്റുമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ചോദിക്കാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ചോദ്യം ഇതാണ്. മേരി കേട്ടിട്ടുണ്ടോ? ആരാ മേരി? പരിശുദ്ധ
പരിശുദ്ധ മാതാവാണ് മേരി, യാതൊരു തർക്കവുമില്ല. മേരിയും ഉണ്ണിയുമാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് എൻ്റെ ചോദ്യം ഇതാണ്: മേരി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മേരി എന്ന വാക്കിന്റെ അവിടെ ഒരു കൈ ഉയർന്നിട്ടുണ്ട്, ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ. ഇവിടെ ഒരു ഉത്തരം വരുന്നുണ്ട്. ഈ ഉത്തരം നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ഇയാളുടെ പേരെന്ന് പറഞ്ഞേ. ബെറ്റ്സി. ബെറ്റ്സി പറയുന്ന ഉത്തരം എന്താണെന്ന് നമുക്ക് കേൾക്കാം. പ്രിയപ്പെട്ടവൾ. പ്രിയപ്പെട്ടവൾ എന്നാണ് പറയുന്നത്. മേരി എന്ന വാക്കിന്റെ അർത്ഥം പ്രിയപ്പെട്ടവൾ എന്നാണ്. കൃത്യമായ ഉത്തരമാണ്. മൂന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉത്തരം പറയാവുന്നതാണ് ഈ ചോദ്യം. ചോദ്യം ഇതാണ്: കൂനമ്മാവ് പള്ളി, ഈ ദേവാലയം ഇവിടെ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത വൈദികന്റെ പേര്. ഇവിടെ ഒരു ഉത്തരം വരുന്നുണ്ട്. ആ ഉത്തരം പറയുന്നതിന് മുമ്പ് ഇയാളുടെ പേരെന്ന് പറയൂ. ധനു. ധനു. എന്താണ് എന്റെ ചോദ്യത്തിന്റെ ഉത്തരം? ബെർണഡിൻ ബെച്ചിനെല്ലി പിതാവ്. ബെർണഡിൻ ബെച്ചിനെല്ലി എന്ന മിഷണറി വൈദികനാണ് ഈ ദേവാലയത്തിന് ആദ്യം നേതൃത്വം നൽകിയത്. വരാപ്പുഴ ആശ്രമത്തിലെ വൈദികനായിരുന്നു ബെർണഡിൻ ബെച്ചിനെല്ലി. പിന്നീട് വരാപ്പുഴ അതിരൂപതയുടെ അഭിമന്യ പിതാവായി ഇന്ത്യയുടെ മഹാമിഷണറി എന്നറിയപ്പെട്ടിരുന്ന ബെർണഡിൻ ബെച്ചിനെല്ലി പിതാവ് തന്നെയാണ് ഈ ദേവാലയത്തിന്റെ ആരംഭത്തിന് തുടക്കം കുറിച്ചത്. വളരെ കൃത്യമായ ഉത്തരമാണ്. ഈ ചോദ്യത്തിന് ഒരുപാട് പേര് കൈ ഉയർത്തുമെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ആദ്യത്തെ ആളെ കണ്ടുപിടിക്കാനും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് വരും, ഉറപ്പാണ്. എങ്കിലും ശ്രമിക്കാം. ചോദ്യം ഇതാണ്: വിശുദ്ധ പദവി കാത്തിരിക്കുന്ന അച്ഛൻ പുണ്യവാളൻ, അച്ഛൻ പുണ്യവാളൻ എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന ഇടവകാംഗം ആരാണെന്ന് ഞാൻ ചോദിച്ച് ചോദ്യം പൂർത്തിയാക്കിയിട്ടില്ല. പക്ഷെ അതിനു മുൻപ് തന്നെ ആദ്യത്തെ കൈ ഒരു പച്ച ഉടുപ്പിന്റെ രൂപത്തിൽ ഇവിടെ ഉയർന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ജോർജ് വാഗയിലച്ചൻ. ജോർജ് വാഗയിൽ അച്ഛൻ എന്നാണ് പറയുന്നത്. ഇയാളുടെ പേരെന്ന് പറഞ്ഞ? റാണി ഷാജു. റാണി ഷാജു. റാണി ഷാജു പറഞ്ഞ ഉത്തരം ജോർജ് വാഗയിൽ അച്ഛൻ എന്നാണ്. വളരെ കൃത്യമായ ഉത്തരമാണ്. ജോർജ് വാഗയിൽ അച്ഛൻ തന്നെയാണ്. എൻ്റെ രക്ഷകനും ഗുരുവും സ്നേഹിതനുമായ ഈശോയെ, വേദപാഠം വഴിയായി അങ്ങയെ പൂർണ്ണമായി അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും എന്നെ പഠിപ്പിക്കണമേ. അങ്ങേ വിശ്വാസം എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിന് എൻ്റെ മാതാപിതാക്കളെയും ഗുരുഭൂതരെയും സഹായിക്കണമേ. സഭയോടൊത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു.
ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മോട് പറയാനായിട്ട് മതബോധനത്തിന്റെ അച്ഛമായിട്ടുള്ള ജോബ് കൂടാരപ്പള്ളി നമ്മുടെ കൂടെയുണ്ട്. സാറിന്റെ വാക്കുകളിൽ നിന്ന് വിശ്വാസ പരിശീലനത്തിന്റെ പ്രത്യേകതയെ നമുക്ക് തിരിച്ചറിയാം. ഈ മതബോധന വിഭാഗത്തിലെ 1062 കുട്ടികളും 51 ടീച്ചേഴ്സും സൺഡേ കെയർ മുതൽ 12ാം ക്ലാസ് വരെ 37 ക്ലാസ്സുകളിലായി വിശ്വാസ പരിശീലനം നടത്തി വരുന്നു. ഇന്ന് മതബോധനം ഏറ്റവും കൂടുതൽ അത്യാവശ്യമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഒക്കെ ജീവിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും മാധ്യമങ്ങളുടെ ദുരുപയോഗവും മൂലം യുവതലമുറ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ വിശ്വാസ പരിശീലനത്തിലൂടെ മാത്രമേ അവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. ഗുഡ്നസ് പാരീഷ് മീറ്റ് അതാത് ദേവാലയങ്ങളിൽ നിന്ന് വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏറ്റവും നന്നായിട്ട് ആത്മീയമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു കുട്ടിയെ ഗുഡ്നസ് സ്റ്റാറായി തിരഞ്ഞെടുക്കുന്ന ഒരു പതിവുണ്ട്. ഈ കൂനമാവ് ദേവാലയത്തിലും നിങ്ങൾക്കിടയിൽ ഒരു ഗുഡ്നസ് സ്റ്റാർ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതാരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആരാണ് ഗുഡ്നസ് സ്റ്റാർ ആയിട്ട് കണ്ടിട്ടുള്ളത്? ആഗ്നസ് വർഗീസ്. ആഗ്നസ് വർഗീസ് ഇവിടെ ഉണ്ടോ? ആഗ്നസ് വാ, കടന്നു വരൂ. നല്ലൊരു കൈയടി കൊടുത്തേ ആഗ്നസിന്. ആഗ്നസ് വർഗീസ് എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ആഗ്നസിന്റെ കുടുംബത്തെ കുറിച്ച് ഒന്ന് ചോദിച്ചറിയാം. വീട്ടിലെ ആരൊക്കെയാണ് ഉള്ളത്? മാതാപിതാക്കളുടെ പേരെന്തൊക്കെയാണ്? അപ്പൻ്റെ പേര് വർഗീസ് എന്നാണ്. എൻ്റെ അമ്മയുടെ പേര് ജിൻസി എന്നാണ്. വിശുദ്ധ 10ാം പിയൂസിന്റെ ജീവചരിത്രവും ഈശോയുടെ മനോഹരമായ ഒരു ഫോട്ടോ സ്റ്റാൻഡും ഗുഡ്നസ് പാരീഷ് മീറ്റിന്റെ സർട്ടിഫിക്കറ്റുമാണ് എൻ്റെ കയ്യിലുള്ളത്. ആഗ്നസിന് സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ദേവാലയത്തിന്റെ പെരിയ ബഹുമാനപ്പെട്ട വികാരി ആന്റണി ചെറിയകടവിൽ അച്ഛനെ വളരെ സ്നേഹത്തോടെ മദ്ബഹയുടെ മുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആഗ്നസിനുള്ള സമ്മാനം ഞാൻ വികാരി അച്ഛനെ കൈമാറുന്നു. അച്ഛൻ ആഗ്നസിന്. അടുത്തത് നിങ്ങളോടുള്ള എൻ്റെ ചോദ്യമാണ്. റെഡിയാണോ? എന്താ ഒരു ആരവം! ആദ്യം കൈ ഉയർത്തി ഉത്തരം പറയുന്നയാൾക്കാണ് സമ്മാനം ലഭിക്കുക. അപ്പൊ ചോദിക്കട്ടെ, ചാവറയച്ചൻ അറിയാം അല്ലേ? ചാവറയച്ചൻ ഈ ദേവാലയത്തിൽ വന്നിട്ടുണ്ട്, ഇവിടെ താമസിച്ചിട്ടുണ്ട്, ഇവിടെ ജീവിച്ചിട്ടുണ്ട്, ഇവിടെയാണ് മരിച്ചത്. ഈ അൾത്താരയുടെ മുന്നിലാണ് കബറടക്കിയിട്ടുള്ളത്. ചോദ്യം, ചാവറയച്ചൻ കൂനമ്മാവിൽ വന്നത് ഏത് വർഷമാണ്? ചാവറയച്ചൻ കൂനമ്മാവിൽ വന്നത് ഏത് വർഷമാണെന്നാണ് എൻ്റെ ചോദ്യം. കടന്നു വരൂ. ഇവിടെ ഒരു മിടുക്കി വരുന്നുണ്ട്. 1864. 1864 എന്ന് പറയുന്ന ഈ മിടുക്കിയുടെ പേര് എന്താണ്? ഫിയോണ. ഫിയോണ പറയുന്നു 1864 ചാവറയച്ചൻ കൂനമ്മാവിൽ എത്തിയതെന്ന്. ഫിയോണ പറഞ്ഞ ഉത്തരം വളരെ കൃത്യമായ ഉത്തരമാണ്. 1864 ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ കൂനമ്മാവിന്റെ മണ്ണിൽ കാലുകുത്തിയത്. ഫിയോണയ്ക്കുള്ള സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പിന്നിലിരിക്കുന്ന ഡീക്കനെ ഈ മദ്ബഹയുടെ മുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫിയോണയ്ക്കുള്ള സമ്മാനം ഡീക്കൻ ആന്റണി തോമസിന് ഞാൻ കൈമാറുന്നു. ഡീക്കൻ ഫിയോണയ്ക്ക്. സഭാവാർത്ത വായിക്കാനായി എത്തിയിരിക്കുന്നത് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള അലീന ജോർജാണ്. സഭാ വാർത്തകൾ നമുക്ക് കേൾക്കാം. പ്രധാന വാർത്തകൾ. അർജന്റീനയിലെ മാതാവിന്റെ പ്രത്യക്ഷീകരണം വിശ്വാസയോഗ്യമായി പ്രഖ്യാപിച്ചു. അവയവദാനത്തിന് പ്രാപ്തനാക്കിയത് ദൈവത്തിന്റെ കരുണ. വാർത്തകൾ വിശദമായി. അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് പ്രൊവിൻസിൽ ഗ്ലാഡിസ് ക്യുറേഗ ഡിമോട്ട എന്ന യുവതിക്കുണ്ടായ മാതാവിന്റെ പ്രത്യക്ഷീകരണം വിശ്വാസയോഗ്യമായി പ്രഖ്യാപിച്ചു. വിശുദ്ധയെ പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ. പ്രിയ കൂട്ടുകാരെ, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ജീവൻ ഉപേക്ഷിക്കുവാൻ തയ്യാറായ രക്തസാക്ഷിണിയായ വിശുദ്ധ ക്രിസ്തീനെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. വിശുദ്ധയുടെ ജീവിതത്തിലെ 3 രംഗങ്ങളാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ഒരു സമ്പന്ന കുടുംബത്തിലാണ് വിശുദ്ധ ക്രിസ്തീന ജനിച്ചത്.
ക്രിസ്തീനയുടെ പിതാവ് വിഗ്രഹാരാധന നടത്തിയിരുന്ന ഒരാളായിരുന്നു. ക്രിസ്തീനയെ സത്യവിശ്വാസത്തിൽ നിന്ന് പിന്തിരിക്കുവാൻ പല രീതിയിലൂടെ അദ്ദേഹം പരിശ്രമിച്ചു. ക്രിസ്തീനയെ വടികൊണ്ടടിപ്പിക്കുകയും ചാട്ടവാറുകൊണ്ട് പ്രഹരിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ അരികിലുള്ള ഒന്നാമത്തെ രംഗത്തിൽ നാം കാണുന്നത്. എന്നിട്ടും വിശ്വാസം ഉപേക്ഷിക്കാതെ ധൈര്യപൂർവ്വം നിന്ന ക്രിസ്തീനയെ അമ്പു ചെയ്തും കുന്തം കൊണ്ട് കുത്തിയും വധിക്കാൻ ശ്രമിച്ചു. അതാണ് ഏറ്റവും അറ്റത്തുള്ള ചിത്രീകരണം. പക്ഷേ ദൈവം വിശുദ്ധയെ രക്ഷിച്ചു. ഏറ്റവും ഒടുവിൽ ഭാരമുള്ള ഒരു കല്ല് കഴുത്തിൽ കെട്ടി തടാകത്തിലെറിഞ്ഞു. അതാണ് മധ്യത്തിൽ നാം കാണുന്നത്. പക്ഷേ അപ്പോഴും യേശുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കാതിരുന്ന ക്രിസ്തീനയെ ദൈവം അത്ഭുതകരമായി രക്ഷിച്ചു. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ ക്രിസ്തീനയെ പോലെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് യേശുവിനോടുള്ള സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെടുത്താതിരിക്കാം. അപ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല. വിശുദ്ധ ക്രിസ്തീനയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അടുത്തത് ഒരു ചോദ്യവും ഒരു ഉത്തരവും ബാക്കി. അത് മതബോധന അധ്യാപകർക്കുള്ളതാണ്. അവരുടെ ഉത്തരം എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. കൂനമ്മാവ് ദേവാലയത്തിലെ മതബോധന വിഭാഗത്തിലെ എല്ലാ അധ്യാപകരും എൻ്റെ കൂടെയുണ്ട്. നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് ഒരു ചോദ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ആദ്യം കൈ ഉയർത്തി ഉത്തരം പറയുന്നയാൾക്ക് സമ്മാനം ലഭിക്കുന്നതാണ്. ചോദിക്കട്ടെ? ചോദിക്കാമെന്ന് വളരെ ആവേശത്തോടു കൂടെയാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ചോദ്യം ഇതാണ്: ചാവറ പിതാവ് മരിച്ച മുറിയിൽ ചാവറ പിതാവിൻ്റെ വശങ്ങളിൽ നിൽക്കുന്ന രണ്ടുപേർ ആരെല്ലാമാണ്? ഇവിടെ ഒരു കൈ ഉയർന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഉത്തരം പറയുന്നതിന് മുമ്പ് ടീച്ചറുടെ പേര് ഒന്ന് പറയും. എൻ്റെ പേര് സ്റ്റിനു സ്റ്റീഫൻ. സ്റ്റിനു സ്റ്റീഫൻ. എന്താണ് എൻ്റെ ചോദ്യത്തിന്റെ ഉത്തരം? ലയോപോൾഡ് അച്ഛനും ലൂയിസ് വൈപ്പിശ്ശേരി അച്ഛനും. ലയോപോൾഡ് മിഷണറിയും ലൂയിസ് വൈപ്പിശ്ശേരിയും എന്നാണ് ടീച്ചർ പറയുന്ന ഉത്തരം. ആ ഉത്തരം കൃത്യമാണോ എന്ന് പറയാനായിട്ട് ആയിട്ടില്ല. എന്ത് പറയുന്നു? ഉത്തരം ശരിയാണോ? ശരിയാണ്. ഉത്തരം ശരിയാണെന്നാണ് ഇവിടുത്തെ മതബോധന അധ്യാപകർ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു സംശയവുമില്ല. ലയോപോൾഡ് മരിയ ദെ സാൻജോസ് എന്ന് പറയുന്ന മിഷണറി വൈദികനും ബ്രദർ ലൂയിസ് വൈപ്പിശ്ശേരിയും തന്നെയാണ് ചാവറ പിതാവിന്റെ അന്ത്യനിമിഷങ്ങളിൽ കൂടെ ഉണ്ടായിരുന്നത്. വളരെ കൃത്യമായ ഉത്തരമാണ്. ഒരു വെടിക്കെട്ട് കയ്യടി കൊടുത്തേ. പരിശുദ്ധ മാതാവിന്റെ മനോഹരമായ ഒരു ഫോട്ടോ സ്റ്റാൻഡും വിശുദ്ധ ജൂലി ബില്ലിയാർഡിന്റെ ജീവചരിത്രവും ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ സർട്ടിഫിക്കറ്റുമാണ് എൻ്റെ കയ്യിലുള്ളത്. വളരെ സ്നേഹത്തോടെ ടീച്ചർക്ക് ഈ സമ്മാനം കൈമാറുന്നു. സന്യസ്ത മേഖലയിലും പൗരോഹിത്യ മേഖലയിലും ആത്മായ ജീവിതത്തിന്റെ വഴിത്താരകളിലും സർവശക്തൻ നിങ്ങളെ തുണക്കട്ടെ. ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ എല്ലാ ആശംസകളും വളരെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. മതബോധന വിഭാഗത്തിലെ കുട്ടികളെ കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ പുറത്ത് കാണുന്നതിന് കാഴ്ചകൾ ഒരുപാടാണ്. ഈ കാണുന്ന കെട്ടിടം 1857-59 കാലഘട്ടങ്ങളിൽ പണിതിട്ടുള്ള ആശ്രമ കെട്ടിടമാണ്. ഈ കെട്ടിടത്തിലാണ്, ഈ ആശ്രമത്തിലാണ് അന്ന് ചാവറയച്ചൻ പ്രിയോരായിട്ട് തൻ്റെ ജീവിതകാലത്ത് സമയം ചെലവഴിച്ച് ഇവിടെ ശുശ്രൂഷകൾ ചെയ്തിരുന്നത്. ഇന്നിവിടെ ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ മ്യൂസിയമാണ്. അച്ഛൻ്റെ ജീവിതവുമായിട്ട്, വിശുദ്ധൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഈ മ്യൂസിയത്തിന് അകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ സമയക്കുറവ് മൂലം മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല. നമുക്ക് ഇവിടെ കുറച്ച് കാഴ്ചകൾ കൂടിയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ബൃഹത്തായ ഒരു പ്രതിമയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നിരവധി ആളുകൾ ഇവിടെ തീർത്ഥാടനത്തിനായി എത്തുമ്പോൾ ഇത് കണ്ട് വണങ്ങി പോകുന്നത് നമുക്ക് കാണാം. ഇപ്പുറത്തേക്ക് കാഴ്ചകൾ അനവധിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. കടന്നു വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു കിണറാണ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ തൻ്റെ ജീവിതകാലത്ത് ഈ ആശ്രമത്തിലായിരിക്കുമ്പോൾ ഈ കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് ഈ കിണറിൽ നിന്ന് നമുക്ക് ഇപ്പോൾ തന്നെ കാണാം ഒരു ചേട്ടൻ ഇവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു വെള്ളം കുടിക്കാനായിട്ട് ഇപ്പോൾ തോന്നിയത്? വിശുദ്ധൻ്റെ ഉപയോഗിച്ചിരുന്നതുകൊണ്ട്, ആ ഒരു വിശ്വാസമുള്ളത് കൊണ്ടിട്ടാണ് ഇതിൽ നിന്ന് വെള്ളം കുടിക്കുകയും അത് ദേഹത്ത് പുരട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ രോഗസൗഖ്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ചേട്ടൻ്റെ പേരെന്താണ്? ജോർജ്. എവിടെ സ്ഥലം? എടപ്പള്ളിയാണ്. അപ്പോൾ ഇത് ഈ ദേവാലയം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതുപോലെ നിരവധി തീർത്ഥാടകർ ഇവിടെ എത്തുന്നുണ്ട്. അങ്ങനെ ഈ ജലം വിശുദ്ധ ജലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം ആ കെട്ടിടത്തിൻ്റെ വളരെ മനോഹരമായ പുറംഭാഗമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആശ്രമ മന്ദിരം.
പുരാതനമായ ഈ ആശ്രമ കെട്ടിടത്തിൻ്റെ ഈ പാർശ്വഭാഗങ്ങൾ കണ്ട് നാം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു ചവിട്ട് കല്ലാണ്. ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ തൻ്റെ ജീവിതകാലത്ത് ആശ്രമത്തിലായിരിക്കുമ്പോൾ ആശ്രമത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് കാല് ചവിട്ടി കഴുകിയിരുന്ന കരിങ്കല്ലിൻ്റെ ഒരു പാളിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് സന്ദർശിക്കുന്നതിനും ഇവിടെ എത്തുന്ന ആളുകൾ ശ്രമിക്കാറുണ്ട്. പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഈ കല്ലുകളെ പോലും ആളുകൾ നോക്കുന്നത്. ഏറ്റവും സവിശേഷമായി ഇന്നും എടുത്തു പറയാൻ കഴിയുന്ന ഒരു സവിശേഷത, ഏറ്റവും പരിപാവനമായി നമുക്ക് ഈ ദേവാലയ മുറ്റത്ത്, ഈ ആശ്രമത്തിൻ്റെ മുറ്റത്ത് കാണാൻ കഴിയുന്നത് ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ തൻ്റെ ജീവിതകാലത്ത് ഈ മുറിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ചാവറയച്ചൻ മരണമടഞ്ഞതും ഈ മുറിയിൽ തന്നെയാണ്. താഴെ മുട്ടുകുത്തി നിൽക്കുന്ന ഈ രൂപം, ഇത് ചാവറയച്ചൻ്റെ നാമകരണ നടപടിയിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിനുള്ള ആദ്യത്തെ അത്ഭുതം സംഭവിച്ചതും ഈ കൂനമ്മാവിൽ തന്നെയാണ്. അതിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മരിയ ദെ സാൻജോസ് എന്ന് പറയുന്ന മിഷണറി വൈദികൻ്റെയും ബ്രദർ ലൂയിസ് വൈപ്പിശ്ശേരിയുടെയും 2 രൂപങ്ങളാണ് പിതാവിൻ്റെ സമീപത്തായി നമുക്ക് കാണാൻ കഴിയുന്നത്. പിതാവ് മരണമടഞ്ഞ സമയത്ത് കൂടെ ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ടിട്ടാണ് ആ രൂപത്തെ ഇതിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. നിരവധി വിശ്വാസികൾ ഈ ആശ്രമമുറിയിലേക്ക് കടന്നു വരികയും പ്രാർത്ഥനയോടെ ആയിരിക്കുന്നതും ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ചരിത്രമുറങ്ങുന്ന കൂനമ്മാവ് വിശുദ്ധ ഫിലോമിനയുടെ ദേവാലയത്തിൻ്റെ, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഓരോ പ്രേക്ഷകനും വലിയ അനുഭവമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. 3 വിശുദ്ധ സാന്നിധ്യങ്ങളെക്കുറിച്ച് നാം തിരിച്ചറിഞ്ഞു. ഈ ദേവാലയത്തിലെ വിശ്വാസ പരിശീലനത്തിൻ്റെയും മറ്റ് പ്രത്യേകതകളും ഒക്കെ നാം കണ്ടു. എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ പതിവ് പോലെ ദേവാലയത്തിൻ്റെ പെരുബഹുമാനപ്പെട്ട വികാരി ആൻ്റണി ചെറിയകടവിലച്ചൻ എൻ്റെ കൂടെയുണ്ട്. സഹവികാരി ആൻ്റണി ഷൈനച്ചൻ മറ്റൊരു കാര്യവുമായി പുറത്ത് പോവേണ്ടി വന്നതുകൊണ്ട് ഈ സമയം നമ്മോട് കൂടെയില്ല. ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ ഈ മെമൻറ്റോ വളരെ സ്നേഹത്തോടെ ഞാൻ വികാരി അച്ഛന് കൈമാറുന്നു. കൂനമ്മാവ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ദിവസമാണെന്ന്. കാരണം ഗുഡ്നസ് TV അധികാരികൾ ഇവിടെ വന്ന് ഒരു പാരിഷ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചു. എല്ലാവരും വളരെ സന്തോഷത്തോടെ അതിൽ പങ്കെടുത്തു. ഇതിനെ സന്മനസ് കാണിച്ച ഈ ഗുഡ്നസ് TV അധികൃതർക്കും സഹകരിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും നേർന്നു നൽകിയ ആൻ്റണിക്കും ഹൃദയപൂർവ്വം ഞാൻ ഇടവകയുടെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. ഗുഡ്നസ് പാരിഷ് മീറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. അത് ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. ഒപ്പം നിങ്ങളുടെ ദേവാലയത്തെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നതിന് ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 8606420099 048027000893. വീണ്ടും അടുത്ത ദേവാലയമുറ്റത്ത് അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം. കാവ്യ സൗന്ദര്യം തുളുമ്പി നിൽക്കും മനോജ്ഞ പുഷ്പമേ മാതാവേ, വൈദികരാജ്ഞി വിശ്വാസദീപ്തി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പുഷ്പമേ